അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നമുക്ക് ഫ്ലാഗ് ഓൺ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് റേഞ്ച് കാണാൻ ചിലപ്പോൾ ചാൻസുകൾ കുറവാണ്. റേഞ്ച് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇടയ്ക്കൊക്കെ കിട്ടി എന്നേ പറയാൻ നോക്കൂ. അപ്പുറം കഴിഞ്ഞാൽ പോകും, വീണ്ടും വരും, പോവും. അങ്ങനെയാണല്ലേ? അപ്പോൾ ഇവിടേക്ക് ആന ഇറങ്ങി അടിച്ച് നിവർന്നതിൻ്റെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള റോഡ് എന്തായാലും നല്ല അടിപൊളി റോഡാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ഗവി വഴി ഒന്ന് വരണം അതെ. അപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ട്. നമ്മൾ അത്രയും ഗവനിച്ചില്ല അല്ലേ? പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം ആധികാരികമായിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ടൂറിസം വികസിക്കണം, ടൂറിസം വളർന്ന് പന്തലിച്ച് കാവടികളൊക്കെ കൊണ്ട് പൂക്കണം നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ എന്തിനായാലും നമ്മളിങ്ങനെ മുന്നോട്ട് പോകാൻ ആനയല്ല, ഒരു പാറക്കെട്ടാണ് ഇരിക്കുന്നത്. വലിയൊരു പാറക്കെട്ടാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ കണ്ടില്ലേ, ഇനി അങ്ങോട്ട് ലോങ് വീഡിയോ ആണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ലോങ് വീഡിയോ ആണ്. ഗവി കാണാത്തവർക്ക് വേണ്ടിയാണ്. 0.6 അല്ലേ ഇട്ടേക്കുന്നത്? ഗവിയിലെ കാഴ്ചകൾ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഇടുന്നത്, ഇങ്ങനെ ലോങ് വീഡിയോ. അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ ഡാമിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്യും. കാരണം അത് നമ്മുടെ പ്രോട്ടോക്കോളിന് വിരുദ്ധമാണ്. അതായത് നമ്മൾ ഡാമുകളുടെ വീഡിയോ എടുക്കും, ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് മാക്സിമം ഡാമിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ ഒഴിവാക്കും. ഡാമിൻ്റെ പരിസരം വരെ ചെല്ലും, അതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഡാമിൻ്റെ ഭാഗങ്ങൾ ഞങ്ങൾ കാണിക്കത്തില്ല. പലരും എടുക്കുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്ന് പറയുന്ന പലതരം ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതൊന്നും കാറ്റിൽ പുറത്തേക്കൊണ്ടാണ് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഭാഷ്യം. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അതല്ലേ, അടിപൊളി വിഷ്വൽ കാഴ്ചയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ കുറച്ച് ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ. ഇനി നേരെ മൂഴിയാറ് വരെ അല്ലേ? മൂഴിയാറ് കൊണ്ട് 2 കിലോമീറ്റർ കിടക്കുകയല്ലേ? 15-16 കിലോമീറ്റർ കാണും മൂഴിയാറ്. മൂഴിയാറ് ചെല്ലുമ്പോഴേ ഉള്ളൂ ഇനി ഒരു ചായ കുടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട്, അത്യാവശ്യം നല്ലൊരു സ്പോട്ട് മൂഴിയാറ് വരെ. മൂഴിയാറ് കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ നമുക്ക് വല്ലതും അങ്ങനല്ല വ്യൂകൾ കാണാൻ പറ്റും അല്ലേ? അതുവരെ വലിയ വ്യൂകളോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്താണ് ഇതൊക്കെ ഇങ്ങനെ വലിച്ചിട്ടേക്കുന്ന ആനയാണ് കേട്ടോ. രാത്രി ഇതിലൊന്നും വരെ നടക്കത്തില്ല. ഡേഞ്ചറസ്, ടു ഡേഞ്ചറാ. വിഷൻ എങ്ങനെയുണ്ട്? വിഷൻ എങ്ങനെയുണ്ട് അല്ലേ? പുറം വിഷനാണ്. നമ്മൾ അടിച്ചു വിട്ട് പോവാണ് സുഹൃത്തുക്കളെ. നല്ല അടിപൊളി കാഴ്ചയാണ് നമ്മുടെ നാടിന്. അതായത് പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയുടെ ഒരു നാണിക്കല്ല് എന്ന് വേണമെങ്കിൽ പറയാൻ ഗവി. കാരണം ഇതുപോലൊരു കാരണം നമ്മുടെ പത്തനംതിട്ട ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓക്സിജന്റെ കണ്ടന്റ് അളവ് കൂടുതലുള്ള ഗ്രീനറി കൂടുതലുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല. അപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ ഒരു മെയിൻ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇടുക്കിയും പത്തനംതിട്ട ജില്ലയോട് ചേർന്നാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി അത് നോക്കണമേ, ഞാൻ ഇങ്ങനെ ചേർത്തെടുത്തോളാം. കഴിഞ്ഞ നമ്മൾ പണ്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു, ഗവിയിൽ ഇങ്ങനെ ഒരു പുലിക്കുട്ടീനെ, ഒരു പുള്ളിക്കുരുവിനെ കിട്ടിയപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഫോറസ്റ്റുകാർ കൊണ്ടുവന്നൊരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാണ്. ലോങ് യാത്ര. ഇവിടെ റേഞ്ച് ഉണ്ടാകും, നമ്മൾ ലൈവ് ഇട്ട് പോകാം അല്ലടാ. ഇവിടെ റേഞ്ച് ഉണ്ട് അല്ലേ? ഇതിന് പിന്നെ റേഞ്ച് ഇല്ലല്ലേ? എന്നാ വിഷ്വലല്ലേ? അടിപൊളി വിഷ്വൽ എന്നൊക്കെ പറഞ്ഞ അന്യായ വിഷ്വലാണ്. അതുകൊണ്ട് ആന അടിച്ച് തകർത്തിട്ടേക്കുക അല്ലേ? അടിച്ച് നല്ല നേരപ്പാക്കിയിട്ടേക്കുക. ആന ഇറങ്ങി വരുന്ന റൂട്ടാന്ന് തോന്നുന്നു, ആനപ്പാറയാന്ന് തോന്നുന്നു. ഒരു കാറ് വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വണ്ടിക്ക് പോകാൻ പറ്റിയ ഒരു സ്പേസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വണ്ടി വലിയ സ്പീഡ് ചെറിയ പോകാറുണ്ട്. കാരണം സിഗ്നൽ വഴിയായതുകൊണ്ട് ഇപ്പോൾ ശ്രദ്ധിച്ച് വേണം വണ്ടി കൊണ്ട് പോകാൻ. ഈ സൈഡിലാണല്ലേ മൂവാറ്റിൽ നിന്ന് വരുന്ന ആറല്ലേ? നമ്മൾ ഈ സൈഡിൽ കാണുന്ന നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ സൗണ്ട് നടത്തില്ല. ഈ ഒരു സൈഡിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തോ രണ്ടുപേരും ലൂസാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് മുന്നോട്ട് പോവാം. എന്തെങ്കിലും കാഴ്ചകൾ വല്ലതും കാണുമോ എന്നുള്ളതാണ്. ചെറുതെ പോയാൽ മതി അല്ലേ? എന്തോരം കൊള്ളാം. ഇവിടെ കാഴ്ച ഒരു രക്ഷയില്ല. AC വേണ്ട ഇതിലെ. വേണ്ട കാട്ടുവഴി. കാട്ടുവഴി ചേട്ടാ, കാട്ടിലെ പെടക്കുഴി. പൂങ്കുഴി കാണാൻ രസം അല്ലേ? പെടക്കുഴിയെ കാണാൻ വലിയ രസമൊന്നുമില്ല. ഈ സൈഡിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തില്ല. കോൺക്രീറ്റ് ഒക്കെ ഒലിച്ചു പോയി കേട്ടോ. ബസ്സിക്കോട്ട് വരും അല്ലേ? അതൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങോട്ട് KSRTC ബസ് വരുന്ന സമയമാണ്. ഇപ്പോൾ അല്ലല്ലോ, 9 ആകുമ്പോൾ വരും അല്ലേ? 9 അല്ലായിരുന്നു.
അപ്പോൾ മുഴിയാർ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. ഉണ്ട് അല്ലേ? അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുമല്ലേ? വഴിയെല്ലാം ആനപ്പിണ്ടം ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ആനപ്പിണ്ടം ഇഷ്ടംപോലെ ആനപ്പിണ്ടം കിടപ്പുണ്ട്. മിസ്റ്റർ അല്ലേ? ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഇനി അങ്ങോട്ട് നമുക്ക് റേഞ്ച് പോയി കാണുമല്ലേ? റേഞ്ചില്ല, ഇപ്പോൾ അടി കിട്ടിയതല്ലേ? റേഞ്ച് പോയി സുഹൃത്തുക്കളെ. റേഞ്ച് ഇല്ല എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫോണിന് ചാർജ് ഇല്ല, അതൊരു വലിയ പ്രശ്നമാണ്. KSRTC അവിടെ നിന്ന് മുഴിയാറ്റിൽ നിന്ന് എടുക്കുന്ന വണ്ടി രാവിലെ കയറി വന്ന് കാണും. വന്നോണ്ട് ഓൺ അല്ലേ? അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് വണ്ടി നല്ല ആനച്ചൂരല്ലേ? നല്ല മണമാണ്, നല്ല ഏറ്റവും മണം. നല്ല താഴെയായിരിക്കും അല്ലേ? നോക്കി, നല്ല മണം പിണ്ടത്തിൻ്റെ ആയിരിക്കും അല്ലേ? നല്ല ഏറ്റവും മണം. ഇനി അറിയില്ല, പിണ്ടം കിടക്കുന്നതാണെന്നും അറിയില്ല. രാവിലെ ചവിട്ടി പറിച്ച് പോയിട്ടുണ്ടല്ലേ? ഈ കൂട്ടം തെറ്റി വരുന്ന അമ്മമാരാണ് പ്രശ്നക്കാരല്ലേ? ഡാമിൻ്റെ അവിടെ ചെല്ലുന്നതിന് മുന്നേ നിർത്തിക്കോണേ. ഡാമിൻ്റെ അവിടെ എടുക്കാൻ പാടില്ല, കാരണം നമ്മൾ കുറ്റം ചെയ്തെന്ന് വേണ്ട അല്ലേ? ഇന്നലെ എൻ്റെ മോട്ടോട്ട് വീഡിയോ വെച്ചാൽ മതി കേട്ടോ, ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ മതി. എന്നാ നോണ കാഴ്ച നോക്കി, എന്നാ വിശാലമായ കാഴ്ചയല്ലേ? റോഡ് നല്ലതാണ്ട് അത്യാവശ്യം സമാനം ഉണ്ടല്ലേ? അല്ലല്ലോ അല്ലേടാ? ഞങ്ങച്ച് മണ്ണാടി കൊടുത്തിട്ടില്ല, ചോട്ടിട്ടില്ല. ഓ, ഇങ്ങോട്ട് ഞാൻ നിൽക്കും അല്ലേടാ? ആന കുത്തി ചവിട്ടി ഇറങ്ങി വരുന്നതാണ്. അതാണ് ആന ചവിട്ടി ഇറങ്ങി വരുന്നതാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് പോകാം അല്ലേ? KCB ജോലി അല്ലേ? അവരുടെ കാര്യം ഭയങ്കര കഷ്ടമല്ലേ? KCB ജോലി ചെയ്യുന്ന സ്റ്റാഫുകളാണ് കേട്ടോ. എന്നാ ഭയങ്കര സൗണ്ട്, അല്ലാത്ത സൗണ്ടാണ് അവിടെ. ഇന്ന് എന്തെങ്കിലും ഇളകി ഇരിക്കുവാണോ? ഇളകി അങ്ങനെ കിടന്നോ അവിടെ? വണ്ടിയല്ലേ? ഇതിനകത്തൊക്കെ ചവിട്ടി തേച്ച് ചെയ്തു. എത്ര മിനിറ്റ് ആയടാ?
വരുമ്പോൾ ചെല്ലിൻ്റെ മണം വരും അല്ലേ? ഓരോ മൃഗങ്ങൾക്കും ഓരോ മണമുണ്ട്. രസമുണ്ടല്ലേ? നമ്മുടെ പ്രത്യേക വൈബല്ലേ? നീ പിന്നെ സ്ഥിരം വരുന്നുണ്ടല്ലേ? നിങ്ങൾ മൊഴിയായിട്ട് കഴിഞ്ഞു അല്ലേ? ഇത് അങ്ങോട്ടൊന്നും ഇല്ല. BSNL എടുക്കാനും കൊത്തില്ല. എടുത്തു കഴിഞ്ഞാൽ അമ്മമാരെല്ലാം BSNL എടുക്കാനും നോക്കുകയല്ല. ഇവിടുത്തെ പരിപാടി ഞാൻ ഫോണൊക്കെ ടാപ്പ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കല്ലേ ഇമാരൊക്കെ പരിപാടികൾ. ഓ എന്നാ വിഷയമാണ് അല്ലേ? അടിപൊളി കാഴ്ചയല്ലേ? കൊള്ളാല്ലേ? അടിപൊളി വിഷയല്ലേ? എടാ ഞാൻ സേതു മാധവനോടാ കളിയല്ലേ? അവിടെ സ്റ്റാൻഡ് ചെയ്ത് നോക്കാൻ പറ്റുമായിരുന്നല്ലേ? അതൊരു ക്ലിപ്പ് വെച്ചാൽ എന്തുവാ? ഓ എന്തുവല്ലേ? പൊന്നു മോനെ, മരം ആന ഇടിച്ച ചവിട്ടി കളിക്കാൻ തോന്നുന്നു. അവനും മഴയത്ത് വല്ലതും പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മൂഴിയാർ ഡാമിൻ്റെ ഭാഗം എത്താറായി. ഡാമിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അങ്ങോട്ട് തിരിച്ചണം ഉണ്ടോ? ഇതാണ് വിഷ്വൽ. ആ മൂഴിയാർ ഡാമിൻ്റെ ഭാഗം എത്താറായി. അപ്പോൾ ഡാമിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വീഡിയോ ഓഫ് ചെയ്യും. കാരണം നമ്മൾ ഫുൾ വീഡിയോ ആണല്ലോ പോകുന്നത്. അപ്പോൾ ഡാമിൻ്റെ ഭാഗം ഒന്നും എടുക്കരുത് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഫോട്ടോ പ്രൊഹിബിറ്റഡ് ആണ്. ആ പ്രൊഹിബിറ്റഡ് എന്ന് പറയുന്ന അവിടെ വരെ നമുക്ക് ചെല്ലല്ലേ? ഇവിടെ പഴയ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്വാർട്ടേഴ്സ് ആദിവാസികളൊക്കെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു. ആരും ഇല്ലല്ലേ? അവർ പോകല്ലേ? അവരിങ്ങനെ മാറി താമസിച്ചുകൊണ്ടിരിക്കല്ലേ? അല്ല ആദിവാസി പിള്ളേരല്ലേ? അയ്യോ എൻ്റെ ഒന്നും ഇല്ലടാ. ഞാൻ ആദിവാസി മേലിലാണ് താമസിക്കുന്നല്ലേ? ആഹാ, എൻ്റെ ഒന്നും കൊടുക്കാൻ പോലും ഞാനൊന്ന് വാങ്ങിക്കാതെ പോകണം. എത്ര ചിന്തിച്ചില്ല കേട്ടോ. ഇവിടെ അല്ലേ? ആ കറണ്ട് പോണ സൗണ്ട് കേട്ടോ? സൗണ്ട് എല്ലാം കുത്തിപ്പറിച്ച് വെച്ചോളാം. 5 വോൾട്ട് അല്ലേ? ആ 220 വോൾട്ട് അല്ലേ? തുറന്നും പൊടിഞ്ഞു പോകും. അതൊക്കെ ആരും ഹൈറ്റ് പോലും ഇല്ല. ആ ഒരു ഹൈറ്റ് പോലും ഇല്ല. നോക്കി ഹൈറ്റ് കളത്തേണ്ടത് വരെ. ഇവിടെ പിന്നെ മൃഗങ്ങൾ കറണ്ട് അടിച്ച് ചോക്കടിച്ച് ചത്തുപോയെന്ന് പറഞ്ഞിട്ട് അതുണ്ടോ? ഓ എന്നാ വിഷ്വൽ അല്ലേ? ഓ അമർ നൈറ്റ്. അത് നമ്മളിങ്ങനെ ലോങ് വീഡിയോ എടുക്കുന്നത് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഗവി എന്ന് പറയുന്ന ആ പർദീസയിലെ ഫുള്ള് കാഴ്ചകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്കൊക്കെ വരാം, വന്ന് ഈ വിഷ്വലൊക്കെ കാണാം, ഈ സ്ഥലങ്ങളൊക്കെ കാണാം. പക്ഷേ KSRTC പോകുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബ് അല്ലേ? എന്നാൽ പിള്ളേർ തന്നെ പറഞ്ഞു വേറൊരു വൈബായിരുന്നു പറഞ്ഞത്. അപ്പോൾ അവർക്കൊരു ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ഡാം കഴിഞ്ഞിരിക്കുകയാണ്.
ആ സ്ഥലം കാണിച്ചു തന്നാൽ 500 രൂപ വന്നായുണ്ട്. ശബരിമലി വെൽക്കം ടു ശബരിമലി ഹൈക്കോർട്ട്. സാറേ മേലെന്തോ അതിലിപ്പുണ്ടോ മേലിൽ ആ ദിവസമുണ്ട്. പോക്കോട്ടെ സാറേ. ഇവിടുന്ന് അങ്ങോട്ട് ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റ്. റോഡിൽ കുഴപ്പമില്ലല്ലോ. അങ്ങോട്ട് പാറക്കത്തില്ല. അങ്ങോട്ട് പാറക്കത്തില്ലല്ലോ. അല്ല ഇപ്പം നമുക്ക് ഈ റോഡിൽ വീഡിയോ എടുക്കുന്നത് കുഴപ്പമില്ല. പോക്കോട്ടെ. സാറിൻ്റെ വീട് എവിടെ? കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ KCB ജോലി ചെയ്ത കൊല്ലം അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ നേരെ പോകരുത്. നേരെ പോയാൽ KSEBയുടെ പവർ സ്റ്റേഷനാണ്. പവർ സ്റ്റേഷൻ അങ്ങോട്ട് പോകരുത്. അവിടെ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. എന്തോ അടിപൊളി എൻ്റെ പൊന്നറാവേ. ഓ അടിപൊളി, ഒരു രക്ഷയില്ല. ഗവി ബസ് വരുന്നു. ആന വണ്ടി കറക്റ്റ് ഷൂട്ട് ചെയ്യണേ. അയ്യോ കൊല്ലത്തിനെ കണ്ടോ? എവിടെ അവർക്ക് വിശക്കുന്നു. അവര് എല്ലാം കഴിക്കാൻ വിഷൽ നോക്കിയാൽ നല്ല വിഷലായിരിക്കും കേട്ടോ. അടിപൊളി. കക്കാട് 220 സബ്സ്റ്റേഷൻ മൂഴിയാർ അല്ലേ? 220 kV മൂഴിയാർ സബ്സ്റ്റേഷനാണ്. നമ്മുടെ ഒരു വീഡിയോയിൽ മൂഴിയാർ അങ്ങ് ടോപ്പ് സ്റ്റേഷൻ അല്ലേ, ടോപ്പ് സ്റ്റേഷൻ വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞുള്ള അടിപൊളി കാഴ്ചകളുണ്ട്. പക്ഷേ നമുക്ക് ഈ ഡാം സൈറ്റ് ഏരിയ കാണിക്കത്തില്ല. അത് വീണ്ടും പറയാണ്. അവിടെ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. എന്നാ വിഷയമാണ് പറയുക. റോഡിൻ്റെ 2 സൈഡിൽ ലൈൻ കൂടെ ഇട്ടപ്പോൾ തന്നെ അതെ എന്നാ കേട്ട വിലറ. നമ്മൾ റോഡ് സീരീസ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ല വേറൊന്നുമില്ല. റോഡിൽ കൂടെ പോകുന്ന കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 5-6 പാർട്ടായിട്ടൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഇടുന്നതായിരിക്കും. ഒരു കിഴി വണ്ടി ഇറങ്ങി വന്നില്ല. ഇനിയുണ്ടല്ലോ ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ടും അല്ലേ? ആ 2 വണ്ടി. 2 വണ്ടി 12 ഇങ്ങോട്ട്, ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇനി ഇപ്പോൾ പോയ വണ്ടി ഉച്ചയ്ക്ക് തിരിച്ചു വരും. എന്നിട്ട് രാവിലെ പോയ 2 വണ്ടി വൈകിട്ട് തിരിച്ചു വരും. എന്നാ വെച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു വരണം. മേടിച്ചു വന്ന് ഞാൻ ഓട്ടിരിക്കുക. സെറ്റ് ചെയ്യാം. കാത്തിരുന്ന് കണ്ണ് കഴിച്ചു വലിയോ. എത്ര നേരം വേണം ഗവിക്ക് വരെ പോകണമെങ്കിൽ? ഇവിടുന്ന് 3 മണിക്കൂറാണ് ബസ് ടൈം. ബസ്സല്ലേ? ബസ്സിന് പോകണമെങ്കിൽ 3 മണിക്കൂർ. കാറിന് പോകണമെങ്കിൽ 1.5 മണിക്കൂർ മാക്സിമം. 2 മണിക്കൂർ അല്ലേ? 60 കിലോമീറ്റർ അല്ലേ? ആങ്കുഴി 61 കിലോമീറ്റർ അല്ലേ? അല്ല ഇവിടുത്തെ കുറേ സ്പോട്ടുകളില്ലായിരുന്നു? ഹിഡൻ ജെംസ് നമുക്ക് കാണാൻ പറ്റുന്ന സംഭവങ്ങൾ ലാലെ പോ ലോക്ക് ചെയ്തല്ലേ? വന്ന് വിട്ടു പോരും. അത് തന്നെ അതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു അത് തന്നെ. അതാണ് ഒരു വലിയ പ്രശ്നം. പോകുന്നില്ല. ഏയ് അങ്ങനെ തന്നെ പോടാ. ചെവിയാണ് അല്ലേ? ചെവി അടയ്ക്കാനോ? ഞാൻ ചെവി അടച്ചു വെച്ചിട്ടൊന്നുമില്ല. നീ പോയി. ചെവി അടയും, പൊട്ടി അടയ്ക്കും.
കുട്ടിയടിക്കും അങ്ങനെ. ചെവി കുട്ടിയടയ്ക്കുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. രസമുണ്ട് കാണാം അല്ലേ? അത് അടിപൊളി കാര്യം. ഇവിടെ അടച്ചു കേട്ടോ. നേരത്തെ അവിടെ പോയിരുന്നു. ഇത് ആന തള്ളിക്കളഞ്ഞ കേട്ടോ. ആന തള്ളിക്കളഞ്ഞ എന്റെ പൊന്നടാവൂ, ഈ ആന തള്ളിക്കളഞ്ഞ കേട്ടോ. ഒരു സൈഡിൽ KSB കൊടുത്ത് ബോർഡ് വെക്കും. ആനയ്ക്ക് അത് ഇഷ്ടമല്ല. ആന ചവിട്ടി കൂടെ കളയും. എന്നോടാ കളിദാസ അല്ലേ? ഓ എന്നെ വിഷലല്ലേ? അറിഞ്ഞ പറഞ്ഞ വിഷല പോലെ. ആ ആ ആ അവിടെ നമുക്ക് വണ്ടി, അതായത് മറ്റേ ഇത് KSRTC കൂടെ നിർത്തുന്നു അല്ലേ? ആ അവിടെ നമുക്ക് നിർത്തണ്ടേ? അവിടെ നമുക്ക് നിർത്തണ്ടേ? എല്ലാവർക്കും നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. ഈ ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റുകാർക്ക് വനശ്രീയുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാകുന്നില്ലേ? അത് ചെയ്യുന്നില്ലല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാകും, ഇഷ്ടം പോലെ. ഈ മൂന്നാർ നോക്കി നമ്മുടെ മിഷനല്ലേ ഈ നമ്മുടെ വീഡിയോ ഗെയിമിൽ പോകുന്നതല്ലടാ. വീഡിയോ ഗെയിമിലെ എന്ത് കാണാമെന്ന് പറയാനൊക്കത്തില്ല. എന്തായാലും കാണുന്ന കാഴ്ച നമ്മുടെ മിഷനാണ്. മേളിൽ കയറിയില്ലല്ലോ. ഓ എന്തോ അല്ലടാ. റോഡ് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തോണ്ടേ അതൊക്കെ ആളെ അടിച്ച് തകർത്തിട്ടേക്കും അല്ലടാ. തകർത്തിട്ടേക്ക്. ഫ്രഷ് എയറിന്റെ ഒരു കഥ പറയാൻ മോനെ. ഫോൺ ചൂടാവും എല്ലാം. ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് ഒപ്പിടാം. അടിപൊളി കാഴ്ച കേട്ടോ. കണ്ടിരുന്നു പോകും ഈ ഒരു കാഴ്ച. ഉള്ള കാഴ്ചയാണ് അല്ലേ? KSB ശബരിഗിരി പവർ സ്റ്റേഷൻ. മൂഴിയാറത്തില്ലേ? 40 അല്ലേ? അങ്ങനെ മൂഴിയാർ 40 എന്ന് പറയുന്ന സ്ഥലത്ത് ടോപ്പ് സ്റ്റേഷൻ. ഇത് ടോപ്പ് സ്റ്റേഷൻ അല്ലേ? 40 എന്ന് പറയുന്ന സ്ഥലത്ത് മൂഴിയാർ 40. ഇവിടെയാണ് ബസ്സുകളൊക്കെ വന്ന് ചായ കുടിക്കാനും പൊറോട്ട കഴിക്കാനും ഒക്കെ ആയിട്ട് നിർത്തുന്നത്. ഓ എന്നാ വിശല പോയിക്കണം. എന്താ പൊന്നടാവുകയെ നമ്മുടെ വിശല മോനെ. ഇങ്ങോട്ട് തിരിച്ചാ കയറി വന്ന കയറ്റോ. ഇങ്ങനെ ഇവിടെ തന്നെ വെച്ചാൽ IB ഇവിടുത്തെ മൂഴിയാർ IB തൊട്ട് ചായക്കടയല്ലേ? അടവാ അടച്ചിട്ടേക്കാം ഉണ്ടോ? ആ എന്നാ കട്ട് ചെയ്തു.